തൃശൂർ ചാവക്കാട് പഞ്ചവടിയിൽ യുവാവിന് ചീട്ടുകളി സംഘത്തിന്റെ ക്രൂരമർദ്ദനം. എടക്കഴിയൂർ സ്വദേശി ശോഭിക്കാണ് മർദ്ദനമേറ്റത്. ചീട്ടുകളി പോലീസിനെ അറിയിച്ചു എന്ന തെറ്റിദ്ധാരണയിലാണ് ആക്രമണമുണ്ടായത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, എന്താണ് സംഭവം? കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ പരാതിക്ക് അടിസ്ഥാനമായ സംഭവം ഉണ്ടായത്. ഈ പഞ്ചവടിയിൽ, തൃശൂർ ജില്ലയിലെ ചാവക്കാടുള്ള ഒരു സ്ഥലമാണ് പഞ്ചവടി. പഞ്ചവടിയിൽ വെച്ച് ഒരു ചീട്ടുകളി സംഘത്തെ പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ ചീട്ടുകളി സംഘത്തിന് നേതൃത്വം നൽകിയത് താമരശ്ശേരി സ്വദേശിയായിട്ടുള്ള സനോജ് എന്നയാളാണ്. ഇയാൾ താമരശ്ശേരി സനോജ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഈ താമരശ്ശേരി സനോജിനെയും കൂട്ടാളികളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ദിവസങ്ങൾക്കകം ഇവർ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു. ശേഷം ഈ ചീട്ടുകളി സംഘത്തെ ഒറ്റിക്കൊടുത്തത് ഈ സനോജ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽ മർദ്ദനം നടക്കുന്നത്. ശോഭി ആണ് എന്ന് പറഞ്ഞിട്ടാണ് മർദ്ദനം നടക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച വീട്ടിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ ഈ പഞ്ചവടി സെന്ററിലെത്തിയ ശോഭിയെ കാറിലെത്തിയ താമരശ്ശേരി സനോജും സംഘവും ആ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് മർദ്ദിക്കുകയായിരുന്നു. ഇരുമ്പുവടി അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് മർദ്ദനം നടത്തിയത്. ഈ ക്രൂരമായ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ശോഭി അബോധാവസ്ഥയിലായി. തുടർന്ന് നാട്ടുകാർ ചേർന്നാണ് ഇയാളെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചയായി ശോഭി ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാവക്കാട് പോലീസിന് പരാതി നൽകിയെങ്കിലും ഇതുവരെയും മൊഴിയെടുക്കാനോ കേസെടുക്കാനോ പോലീസ് തയ്യാറായില്ല എന്നും പറയുന്നു. മാത്രമല്ല, ഈ മർദ്ദനത്തെ കൂടാതെ ജാതി അധിക്ഷേപവും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പരാതിക്കാരനായ ശോഭി പറയുന്നത്. SC വിഭാഗത്തിൽപ്പെടുന്ന യുവാവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വകുപ്പുകൾ അടക്കം ചുമത്തി ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ട പോലീസ് അനാസ്ഥ കാട്ടുന്നതായും യുവാവിന് ആരോപണമുണ്ട്. ഇത് സംബന്ധിച്ച് വീണ്ടും പരാതികളുമായി മുന്നോട്ട് പോകുമെന്നും മുഖ്യമന്ത്രിയെയും SC/ST കമ്മീഷനെയും അടക്കം സമീപിക്കുമെന്നുമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിന് ഇതുവരെയും പോലീസിന്റെ ഭാഗത്തു നിന്നും സഹായം കിട്ടിയില്ല എന്നുള്ള ആരോപണവുമുണ്ട്. ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ശോഭിക്ക് ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ നിയമപോരാട്ടം തുടരുമെന്നും ശോഭി പറയുന്നു. ശരി ലെവിൻ, വ്യക്തമാണ്.